ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഇവിടെ ഭയങ്കര വെയിലാട്ടോ, നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് ഏകദേശം 3:30-4 മണി ആ ഒരു ടൈമാട്ടോ. അപ്പം പൂച്ചയുടെ ആ ഒരു വീഡിയോസ് ആട്ടോ ഞാൻ മുമ്പേ കാണിച്ചത്. അവനാണെങ്കിൽ എന്തോ ഒരു സാധനത്തിനെ പിടിച്ചിങ്ങനെ തിന്നാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ ഫാഷൻ ഫുട്ടയിലാണെങ്കിൽ കുറേ തേനീച്ചകൾ ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ? തേനീച്ചകൾ ഇങ്ങനെ വരുന്നുണ്ട്, അത് കാണിക്കാം. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ചീമച്ചക്ക വെച്ചിട്ട് എന്തുവാടാ കാണിക്കുന്ന അവിടെ? നിനക്ക് കഴിക്കാൻ മീനൊക്കെ ഇവിടെ കിട്ടുന്നേ അല്ലേ, പിന്നെന്തിനാ അതിനെ പിടിക്കുന്നത്? എന്നാലും നിനക്ക് അതിനെ പിടിച്ചേ പറ്റത്തുള്ളൂ. അവന് കഴിക്കാൻ രാവിലെയൊക്കെ മീനും ഇറച്ചിയും ഒക്കെ ഇവിടെ കൊടുക്കുന്നതാണ്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ കിടക്കുന്ന പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നുക. അപ്പം ഇന്നാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ ചീമച്ചക്ക വെച്ചിട്ട് നമ്മൾ ഇന്നാണെങ്കിൽ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഉപ്പേരി ആട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ചീമച്ചക്ക വെച്ചിട്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ്റെ കളിയായത്? ഭയങ്കര കൊഞ്ചലാണല്ലോ. മതി ആ സുസുമോനെ പിണങ്ങിയിരിക്കുവാണോ? മതി വരണ്ടത്. എന്തുവാടാ അത്? എടാ അത് കളയാത്. യോ, നിന്നെ കടിക്കും കേട്ടോ, അത് നിന്നെ കടിക്കുവേ. എടാ നിന്നെ അത് കടിക്കും കേട്ടോ അത്. അമ്മ, ഇതെന്തുവാ ഇത് ഇങ്ങനെ പൊളയുന്നേ? എന്തോ ജീവിയാ ഇത്? അവനാണെങ്കിൽ അതിന്റെ പുറകെ നിൽക്കുന്നു. ഇത്രയല്ലേ ഉള്ളൂ? പാത്ത് പതുങ്ങി ഇവിടെ കിടപ്പുണ്ട്. ഹലോ, കിട്ടിയില്ലേ മോന്? അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടായ ചീമച്ചക്ക. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ. നല്ലൊരു ചീമച്ചക്കയാണ്. നല്ലൊരു ചീമച്ചക്ക നോക്കി എടുത്തിട്ട് നമ്മളിതുപോലെ തൊലി ഒന്ന് കളഞ്ഞിട്ട് നല്ല രീതിയിൽ തൊലിയൊക്കെ നല്ല രീതിയിൽ കളയുക. എന്നിട്ടത് കട്ട് ചെയ്തിട്ട് നമ്മളത് വെള്ളത്തിനകത്തിടണം. വെള്ളത്തിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അത് കറുത്ത് പോകും. കറുത്ത് മീൻസ് കറയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ട് നല്ല രീതിയിലൊന്ന് കഴുകി ഒന്ന് എടുത്താൽ മതി. കാരണം നല്ല കറയുള്ളതാണ് ഇതിനകത്ത്. അപ്പം ഈ ഒരു ചീമച്ചക്ക എന്ന് പറഞ്ഞൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. പിന്നെ നടുക്കത്തെ ആ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ്, ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വെള്ളത്തിനകത്തോടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം, കാരണം ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം അമ്മയാട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കണമല്ലോ, അപ്പം ഒരാൾ വീഡിയോ എടുക്കുകയും ഒരാൾ ചെയ്യുകയും കൂടെ ചെയ്യുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ കനം കുറച്ച് വേണം ഇത് അരിയാൻ. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അരിഞ്ഞാൽ മതി. ഒത്തിരി നമ്മളങ്ങ് കനം കൂട്ടി അരിയരുത്. പറ്റുന്ന രീതിയിലൊക്കെ കനം കുറച്ച് അരിയുക. അപ്പം നമ്മളിതുപോലെ അരിഞ്ഞിങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ കറയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വറക്കാൻ വേണ്ടി പോകണം. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണ എന്ന് പറഞ്ഞേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം നമുക്കിത് വറക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാം.
അനിന്ന് മീനൊന്നുമില്ല വൈകുന്നേരം. സുസുമോനി. അപ്പോൾ നമ്മൾ വെളിയിലുള്ള ചരുപ്പിലാട്ടോ ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മളിതുപോലെ ചീമച്ചക്ക വറക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി ഇവിടെ എടുക്കുന്ന എണ്ണ എന്ന് പറഞ്ഞിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. അത് നമുക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. സൺഫ്ലവർ ഓയിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചീനച്ചട്ടി ചൂടാകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. മിണ്ടത്തില്ലേ? മീൻ വേണോ? മത്തിയുടെ തല വേണോ? അപ്പം നമ്മൾ ഇത് വറക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അടുപ്പിൽ വെച്ചിട്ടാട്ടോ നമ്മളിത് വറക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെച്ച് വറക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളും നമ്മൾ സ്റ്റൗവിൽ വെച്ച് വറക്കുന്നതിനെക്കാട്ടിലും അടുപ്പിൽ വെച്ച് വറക്കുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എണ്ണ ഇങ്ങനെ തിളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഇട്ട് നോക്കുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ എണ്ണ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിറകൊക്കെ വെച്ച് ഇപ്പം ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കപ്പയാണെങ്കിലും അതുപോലെ തന്നെ ചക്കയൊക്കെ ആണെങ്കിൽ വറക്കുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരാൾ ദാണ്ട് ഇങ്ങനെ എന്തുവാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. നമ്മുടെ പൂച്ചക്കുട്ടന് ഇത് വന്ന് കയറിയ പൂച്ചയാട്ടോ. ഇത് ഭയങ്കര സ്നേഹമുള്ള പൂച്ചയാണ്. അമ്മ എവിടെ പോയാലും ഇതിങ്ങനെ പുറകെ ഇങ്ങനെ നടക്കും ഇങ്ങനെ. അപ്പം നമ്മൾ ആ ഒരു ചീമച്ചക്ക ഇങ്ങനെ ഇടുകയാണ്. അപ്പം നമ്മൾ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ 2 ട്രിപ്പായിട്ട് ഇത് വറക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് നല്ല രീതിയിൽ അത് മൊരിഞ്ഞ് കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ പണ്ട് അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ ആർക്കും ഒന്നും വേണ്ടാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കഴിച്ച് മടുത്തോണ്ട് പിന്നെ ഇപ്പം നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ചീമച്ചക്കയൊക്കെ വീട്ടിലുള്ളവരും അല്ലാത്തവരും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും മസ്റ്റായിട്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇതിൽ ലാസ്റ്റിൽ ഞാൻ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ സംഭവം താണ്ടേ ഇതുപോലെ നമ്മളിങ്ങനെ അതിനകത്തോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പതിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു എന്താണ് അടുപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും എല്ലാ അമ്മമാർക്കും അറിയാമായിരിക്കുമല്ലോ. അടുപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര പുകയും കാര്യങ്ങളും ഒക്കെയാണ്. കണ്ണിനകത്തോട്ട് അടിച്ച് കയറുമ്പോഴത്തേക്കും അത് ഭയങ്കര നീറ്റിലാട്ടോ. അപ്പം നമ്മളിതുപോലെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം തീയൊക്കെ സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴാണ് തീ പുറത്തോട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒന്നാമതൂടെ ഭയങ്കര കാറ്റാട്ടോ. വൈകിട്ടൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര കാറ്റാണ്. പുള്ളി വരുന്നത് ചക്ക സാധാരണ നമ്മൾ ചക്കയൊക്കെ വറക്കുമല്ലോ, അതുപോലെ തന്നെ ഉള്ളൂ. നമുക്ക് ചക്ക വറക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്. ചക്കയാകുമ്പോഴത്തേക്ക് നമ്മൾ അത് മടൽ വെട്ടാൻ പോകണം. അതുപോലെ തന്നെ മടൽ കളഞ്ഞിട്ട് അതിനകത്തുള്ള ചകിണിയും കാര്യങ്ങളും എല്ലാം കളഞ്ഞ് അതെടുക്കണം, അത് അരിയണം. ഇതാണെങ്കിൽ നമ്മൾ തൊലി ജസ്റ്റ് ഇങ്ങനെ കളഞ്ഞിട്ട് ഡയറക്റ്റ്ലി അത് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞിങ്ങെടുത്താൽ മതി. നമുക്ക് അത്രയും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് സെറ്റായി വരും. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെയാണ് നമ്മൾ ചീമച്ചക്ക വറക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ചക്കയും ഉപ്പേരിയൊക്കെ വറക്കുന്നത്, ഏത്തക്കയൊക്കെ വറക്കുന്നത്, അതുപോലെയുള്ള ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് ചീമച്ചക്ക വെച്ചിട്ടുള്ള ഉപ്പേരി എന്ന് പറഞ്ഞാൽ അവിടെ ആണെങ്കിൽ ഒരാൾ എന്തൊക്കെയോ കിടന്ന് തപ്പുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ചക്ക ഉപ്പേരിയുടെ പോലെ തന്നെയാണ്, അതിനെക്കാട്ടും കുറച്ച് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിനും ഉപ്പും എല്ലാം നല്ല ടേസ്റ്റാണ്. തിന്നോണ്ടേ ഇരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.